ഈ വരുന്ന ജൂലൈ 4-ന് ചോട്ടാ മുംബൈ സിനിമ USA-ലും കാനഡയിലും റിലീസ് ചെയ്യുന്നുണ്ട്. ഹൃദയപൂർവ്വം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിൻ പ്രഭാകരനാണ് സിനിമയുടെ BGM-ഉം ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുന്നത്. ഓഗസ്റ്റ് 28-ന് ഹൃദയപൂർവ്വം സിനിമ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. കണ്ണപ്പ സിനിമയുടെ കേരള എസ്റ്റിമേറ്റഡ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത് 32 ലക്ഷമാണ്. ഡിസാസ്റ്റർ ലെവൽ ഓപ്പണിംഗ് കളക്ഷനാണ് കണ്ണപ്പ സിനിമ കേരളത്തിൽ നേടിയിരിക്കുന്നത്. കേരളത്തിൽ നെഗറ്റീവ് റിവ്യൂസും വന്നതോടുകൂടി ഇനി സിനിമയ്ക്ക് വലിയ രീതിയിൽ കളക്ഷനൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധിച്ചുള്ള കൃത്യമായുള്ള അപ്ഡേറ്റ് ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ന് 2ാം ദിവസമായിട്ടും പോലും കണ്ണപ്പ സിനിമയ്ക്ക് 6Kയോളം ബുക്കിംഗ് ബുക്ക് മൈ ഷോയിൽ ഒരു മണിക്കൂറിൽ കാണുന്നുണ്ട്. 200 കോടി ബജറ്റ് കണക്കാക്കുന്ന കണ്ണപ്പ സിനിമ വിജയമാകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിലുള്ള കളക്ഷൻ പ്രകാരം നമുക്ക് മനസ്സിലാവും. ലാലേട്ടൻ്റെ അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആഷിഖ് ഉസ്മാൻ ആയിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇവർ തമ്മിൽ ഡിസ്കഷൻസും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. പുതുമുഖ ഡയറക്ടറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അർജന്റീന ഫാൻസ് കാട്ടൂർ കടവിലും തല്ലുമാലയിലൊക്കെ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഓസ്റ്റിൻ ഡാൻ എന്ന ആക്ടറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. രതീഷ് രവിയാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒരു കോപ്പ് കോമഡി ജോണറിൽ വരുന്ന ചിത്രം ദൃശ്യം 3 ലാലേട്ടൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷമായിരിക്കും അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത്. കൃഷാന്ത് ലാലേട്ടൻ പടത്തിൻ്റെ ഷൂട്ടിങ്ങും 2026-ലാണ്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള അപ്കമിംഗ് ലൈനപ്പാണ് ലാലേട്ടനുള്ളത്. വരാൻ പോകുന്ന ലാലേട്ടൻ്റെ സിനിമകളെല്ലാം ഗംഭീര വിജയമാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പാട്രിയോട്ട് സിനിമയുടെ ഷൂട്ടിംഗ് എടപ്പാളിൽ നടന്നിരുന്നു. ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് അവിടെ ചിത്രീകരിച്ചു. നിലവിൽ ചങ്ങരംകുളത്താണ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. പാട്രിയോട്ട് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ജൂലൈ മിഡോടുകൂടി ആരംഭിക്കും. കൊച്ചിയിലായിരിക്കും ഈ ഒരു ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത്. മമ്മൂക്കയും നയൻതാരയും ഈ ഒരു ഷെഡ്യൂളിലുണ്ടാവും. പാട്രിയോട്ട് സിനിമയുടെ പുതിയ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലാലേട്ടൻ നേരെ ബബബ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്കായിരിക്കാം ജോയിൻ ചെയ്യുന്നത്. ജൂലൈ 4-ന് ബബബ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത് നമുക്കറിയാം. മിക്കവാറും ലാലേട്ടൻ്റെ കാസ്റ്റ് റിവീൽ അപ്ഡേറ്റ് തന്നെയായിരിക്കും അന്ന് വരാൻ പോകുന്നത്. ഇനി ലാലേട്ടൻ്റെ വരാനിരിക്കുന്ന മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൃദയപൂർവ്വം, ബബബ, കാമിയോ, പാട്രിയോട്ട്, ദൃശ്യം 3, അമൽ നീരദ്, കൃഷാന്ത്, ഓസ്റ്റിൻ ഡാൻ സിനിമകൾ.